നമസ്കാരം. സി പി എമ്മിന്റെ കൊട്ടേഷൻ നേതാവ് ആകാശ് തില്ലങ്കേരി വീണ്ടും കണ്ണൂരിൽ തലപൊക്കുകയാണ്. ഇക്കുറി തുറന്ന ജീപ്പിൽ മാസ് പ്രകടനം നടത്തിയ തില്ലങ്കേരിയുടെ ഈ പ്രവർത്തനത്തെ ഒരർത്ഥത്തിൽ പി ജയരാജന് തന്നെ വെല്ലുവിളിയാവുകയാണ്. പെരിയ ശുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി ഒരിടവേളയ്ക്ക് ശേഷം തലപൊക്കുമ്പോൾ സി പി എമ്മിന് വീണ്ടും വലിയ തലവേദനയാകുന്നു. കാപ്പ ഒഴിവാക്കിയതടക്കം തില്ലങ്കേരി അടങ്ങുന്ന ഗുണ്ടാ നേതാക്കളുടെ സംരക്ഷണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നത് സി പി എമ്മിന് തിരിച്ചടിയാവുകയാണ്. നിയമലംഘനം നടത്തിയാലും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും ഇവരൊക്കെ. പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന പാർട്ടിയെ രക്ഷിക്കുന്നതിന് പകരം ചവിട്ടി തൊഴിക്കുകയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ പ്രവർത്തകർ തന്നെ ചെയ്യുന്നത്. കാപ്പ ചുമത്തി അകത്തിട്ട തില്ലങ്കേരിയെ പിണറായി വിജയന്റെ പ്രത്യേക ഇടപെടൽ കൊണ്ട് കാപ്പ ഒഴിവാക്കിയതും വലിയ വിവാദമായിരുന്നു. ഗുണ്ടകളെ സംരക്ഷിക്കുന്ന സി പി എമ്മിന്റെ നയം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. പൊതുസ്ഥലത്ത് ഉണ്ടാകാൻ പോലും പാടില്ലാത്ത ഒരു വാഹനം അതോടിച്ചത് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ആകാശ് തില്ലങ്കേരി. ഇക്കാര്യം പറഞ്ഞ് ഹൈക്കോടതി തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തകർന്ന് തരിപ്പണമായിരിക്കുന്ന പാർട്ടിയെ അവശേഷിക്കുന്ന മണ്ണ് കൂടി ചവിട്ടി തൊഴിക്കുകയാണ് സി പി എമ്മിന്റെ കൊട്ടേഷൻ നേതാക്കളും മറ്റും ഇപ്പോൾ ചെയ്യുന്നത്. നടപ്പാതകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിൽ കർശന നടപടി ഉണ്ടാകുമെന്നും ഇപ്പോൾ കോടതി ആകാശ് തില്ലങ്കേരിക്കെതിരെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിനിടെ ആകാശ് തില്ലങ്കേരി ഓടിച്ച ജീപ്പിന്റെ RC സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. കൊട്ടേഷൻ നേതാവിന്റെ ജീപ്പിലുള്ള മാസ് പ്രകടനമാണ് വൈറലായത്. ഈ വാർത്താ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ആകാശ് തില്ലങ്കേരിയുടേതടക്കം നിയമലംഘനങ്ങളിൽ സ്വമേധയാ കേസെടുക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാളാണ് വാഹനം ഓടിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നതെന്ന് ഇപ്പോൾ ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, ഹരിശങ്കർ വി മേനോൻ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പൊതുസ്ഥലത്ത് ഉണ്ടാകാൻ പോലും പാടില്ലാത്ത ഒരു വാഹനമാണിത്. കർശന നടപടി ഉണ്ടാകണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഈ കേസിൽ. അതിനിടെ നിയമം ലംഘിച്ച ആകാശ് തില്ലങ്കേരി ഓടിച്ച ജീപ്പിന്റെ RCയും സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രൂപമാറ്റം അടക്കമുള്ള നിയമലംഘനങ്ങൾക്ക് നേരത്തെ 3 തവണ വാഹനത്തിനെതിരെ മുൻപ് കേസെടുത്തിരുന്നു. വീണ്ടും നിയമം ലംഘിച്ചതോടെയാണ് RC സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വയനാട് ജില്ലയിലെ പനമരത്ത് കഴിഞ്ഞ ദിവസമാണ് ആകാശ് തില്ലങ്കേരി ജീപ്പ് യാത്ര നടത്തിയതും വലിയ രീതിയിൽ ഇത് ചർച്ചയായതും. മലപ്പുറം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനമാണിത്. യാത്രയുടെ വീഡിയോ ആകാശാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഇതോടെയാണ് വിവാദമായത്. എന്നാൽ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ മറുപടി പറയുന്ന ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഇപ്പോൾ വായ തുറക്കുന്നില്ല എന്നുള്ളതും വലിയ ചർച്ചയാണ്. മുഖ്യമന്ത്രിയുടെ കൂട്ടിലെ തത്തകളായ ഗുണ്ടകളെ വളർത്തുന്നതിന് മന്ത്രി പ്രതികരിക്കുന്നില്ല എന്നത് നാണക്കേട് തന്നെയാണ്. വധക്കേസുകളിലും കൊട്ടേഷൻ കേസുകളിലും പ്രതിയായ ആകാശ് തില്ലങ്കേരിക്കെതിരെ ആദ്യം കാപ്പ ചുമത്തിയത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ്. തുടർന്ന് ആകാശിനെ വിയ്യൂർ ജയിലിൽ അടച്ചു. 6 മാസം തടവ് പൂർത്തിയാക്കി ഓഗസ്റ്റ് 27-ന് ആകാശ് പുറത്തിറങ്ങി. സെപ്റ്റംബർ 13-ന് കണ്ണൂരിലെ വീട്ടിൽ മകളുടെ പേരിടൽ ചടങ്ങിനിടെ വീണ്ടും കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. വിയ്യൂരിൽ ജയിലിൽ വെച്ച് ഫോൺ ഉപയോഗം ചെയ്ത ജയിലറെ മർദ്ദിച്ച കേസ് ചൂണ്ടിക്കാട്ടിയായിരുന്നു കാപ്പ ചുമത്തിയത്. ഇതിനെതിരെ കുടുംബം നൽകിയ അപ്പീലിലാണ് കാപ്പ റദ്ദാക്കിയുള്ള തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് നടപ്പിലാക്കിയത്. ജയിലിനകത്ത് നടന്ന സംഭവമായതിനാൽ കാപ്പ ചുമത്താൻ കേസ് പര്യാപ്തമല്ലെന്നായിരുന്നു സെപ്റ്റംബർ 27-ന് ഇറക്കിയ ഉത്തരവിലുണ്ടായിരുന്നത്. ജയിലിൽ ഫോൺ ഉപയോഗിച്ചെന്ന സംശയത്തെ തുടർന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ജയിലറെയാണ് ആകാശ് തില്ലങ്കേരി മർദ്ദിച്ച് അവശനാക്കിയത്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ വെച്ചായിരുന്നു ഈ സംഭവം നടന്നത്. അസിസ്റ്റന്റ് ജയിലർ രാഹുലിനാണ് അന്ന് മർദ്ദനമേറ്റത്. ഏതായാലും സി പി എമ്മിൽ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ വീണ്ടും ഉണ്ടാവുകയാണ്. ഇത്തരത്തിൽ ഗുണ്ടാ നേതാക്കൾ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വളർത്തുന്ന ഗുണ്ടാ നേതാക്കളുടെ ഇത്തരത്തിലുള്ള നെറികെട്ട ഇടപെടലുകൾ CPM എന്ന പാർട്ടിയെ വീണ്ടും അടപടലം പൊളിച്ചടുക്കുകയാണ്.